പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ അമ്മേനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് നമ്മൾ ഉച്ചക്കത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെ നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ രാവിലെ അമ്മയ്ക്ക് നെയ്ച്ചോറായിരുന്നു കേട്ടോ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അത് കാരണം രാവിലെ തന്നെ ചോറൊന്നും അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു മടിയുമായിരുന്നു. രാവിലെ ചോറും കറിയൊക്കെ നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞു കിട്ടും. പിന്നെ മെനക്കെടാനായിട്ട് വലിയ മടിയാട്ടോ. ഇപ്പം രാവിലെ ചെയ്ത് ശീലമായത് കാരണം അങ്ങനെ ഒരു വിധത്തിൽ മടിച്ച് 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അരി അങ്ങ് അടുപ്പത്തേക്ക് ഇട്ടു. പിന്നെ നമ്മുടെ പാവലേന്ന് കുഞ്ഞ് 2 പാവയ്ക്ക ഉണ്ടായിരുന്നു, അതും അരിഞ്ഞങ്ങ് വെച്ചു കേട്ടോ. പിന്നെ മാങ്ങ എടുത്തിട്ടുണ്ടോ ചെറുതായിട്ടൊന്ന് അച്ചാറിടണം. പിന്നെ മുരിങ്ങയ്ക്കയും തക്കാളിയും കൂടെ എടുത്ത് അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചാറ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. പാവയ്ക്ക നമ്മുടെ ഇവിടെ തന്നെ പിടിച്ചതാണ് കേട്ടോ. തീരെ ചെറുതായിരുന്നു. അത് ഞാൻ പിന്നെ കൊത്തി അരിഞ്ഞ് തേങ്ങയൊക്കെ ഇത്തിരി കൂടുതലിട്ട് ഒരു വിധത്തിൽ ഒരു കറിക്കുള്ള രീതിയിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാവയ്ക്ക വെക്കുക എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ആർക്കും അങ്ങനെ കഴിക്കാനായിട്ട് തീരെ ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ് കേട്ടോ. കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമേ അങ്ങനെ കഴിക്കാറുള്ളൂ. അപ്പം അതങ്ങ് കടുകെല്ലാം പൊട്ടി അങ്ങ് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ മേടിച്ച പച്ചക്കറിയുടെ അകത്തുണ്ടായിരുന്നതാണ് മാങ്ങ. അതിരുന്ന് ചെറുതായിട്ടൊന്ന് ചൊനച്ചു. അപ്പോൾ ഞാൻ അടുത്ത് ചെറുതായിട്ടങ്ങ് അച്ചാറിട്ട് വെച്ചേക്കാം. ഇനി കറിയുടെ അകത്തിട്ടാലും വലിയ പുളിയൊന്നും ഇല്ലാത്ത കാരണം അതങ്ങനെ തന്നെ ഇരുന്ന് പോകും. അങ്ങനെ അച്ചാറിനുള്ള പണിയെല്ലാം ചെത്തി നുറുക്കിയൊക്കെ വെച്ചു. അപ്പോഴേക്ക് തുണിയൊക്കെ അങ്ങ് കഴുകി റെഡിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ അങ്ങ് വിരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ പിന്നെ കഴുകാനായിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. തുണി വിരിക്കാനായിട്ട് എടുത്തപ്പോൾ മണി 12 പിന്നെ ഞാനങ്ങ് വേഗം തന്നെ കൊണ്ട് വിരിച്ചു. അപ്പം നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും അതുപോലെ ചുമന്നുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് പച്ചമുളക് തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇതിൽ കുറച്ച് പച്ചമുളക് പിടിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ പറിക്കാറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലുള്ള വിളഞ്ഞതൊന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ അച്ചാറിൻ്റെ അകത്ത് ഇടണമല്ലോ എന്ന് കരുതിയിട്ട് 2-3 പൊട്ടിച്ചുകൊണ്ട് പോന്നു. അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൽ നിന്ന് 2 തണ്ട് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചു വന്നു. പിന്നെ അതും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് വേഗം അച്ചാറിടാനായിട്ടുള്ള പണി നോക്കുക കേട്ടോ. ഇങ്ങനെ ഇട്ട് വെച്ചാൽ ആമിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാങ്ങയാകുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു കൂട്ടം കറിയും അങ്ങ് ആകും. അത് കാരണം ഞാൻ വേഗം തന്നെ അതും അങ്ങ് അച്ചാർ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു പച്ചമുളകിന് ഒട്ടും എരിവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും വിളയാത്ത മുളകാണല്ലോ. പിന്നെ കുറച്ചും കൂടെ കിടന്ന് മൂക്കുവാണെങ്കിൽ നല്ല എരിവുള്ള ടൈപ്പ് മുളക്. എപ്പോഴും നമ്മൾ ഈ ഒരു ടൈപ്പാണ് ഇവിടെ പാകാറും ഉണ്ടായിരുന്നത്. അങ്ങനെ അച്ചാറിൻ്റെ മുളകും എല്ലാം മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ അരിഞ്ഞ കഷ്ണവും കൂടി ഇട്ട് ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ചെറിയ ചൊനച്ച മാങ്ങയായത് കാരണം നമ്മൾ മാങ്ങ കണ്ടമാനം വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടാത്ത കാരണം ഒന്ന് ഇളക്കിയിട്ട് എടുത്തിട്ട് വേഗം അങ്ങ് അച്ചാറും റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ചാറുകറി തേങ്ങ അരച്ച് കടുകും താളിച്ചു. ആ ഒരു ചട്ടിയിൽ തന്നെ കടുക് താളിച്ച ചട്ടിയിൽ തന്നെ കുറച്ച് മീനും കൂടെ പൊരിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതും കൂടെ വേഗം തന്നെ ചട്ടിയിലിട്ട് അതും കൂടെ പൊരിച്ചെടുത്തു. പണി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫാസ്റ്റിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത് കാരണം ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് നമ്മൾ കിച്ചണിൽ കയറുന്നത് എന്ന് വെച്ചിട്ട് നമ്മൾ ലഞ്ച് കഴിക്കുന്ന ടൈമിൽ തന്നെ എല്ലാം റെഡിയായിട്ട് ഇട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക ഒഴിച്ചെറിയും മാങ്ങാച്ചാറ് അതുപോലെ തന്നെ പാവയ്ക്ക തോരൻ മീൻ വറുത്തതും എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നിച്ച ചോറുണ്ണുന്നതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നും ഉച്ചയ്ക്ക് ചോറെടുക്കാൻ നേരം നല്ല ഐസ് പോലത്തെ ചോറായിരിക്കും. നല്ല ആവി ഉറക്കുന്ന ചോറായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് ആമീനെ സ്കൂളിൽ നിന്ന് വിളിച്ച് വന്നിട്ട് വൈകുന്നേരം ഒന്ന് ആലപ്പുഴയ്ക്ക് പോകണമായിരുന്നു. അങ്ങനെ എൻ്റെ ഹെൽമെറ്റ് ഒന്ന് പൊട്ടിയിരിക്കുന്ന കാരണം അതും ഒന്ന് നന്നാക്കണമായിരുന്നു. അങ്ങനെ അതും നന്നാക്കി പിന്നെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടോ. എനിക്ക് ഒരു ടോപ്പ് എടുക്കണമായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറേ നോക്കിയിട്ട് പിന്നെ അവസാനം ഈ ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി. അപ്പം നാളെ നമുക്ക് എറണാകുളത്ത് പോകാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൂടുതൽ ഭംഗിയും കാര്യമൊന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ ഒരു ടോപ്പും എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളത് കാരണം നേരെ പിന്നെ അങ്ങോട്ടേക്ക് വണ്ടി വിട്ടു കേട്ടോ. അങ്ങനെ അവിടുന്ന് ആവശ്യമുള്ളതൊക്കെ നോക്കിയെടുത്ത് ഓരോന്നിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെയൊക്കെ ആകുമ്പോൾ നല്ല ലാഭത്തിൽ നമുക്ക് പച്ചക്കറി വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആലപ്പുഴയിൽ വരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ആവശ്യമുള്ളതൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് പച്ചക്കറിയൊക്കെ ഉള്ളത് കാരണം കുറച്ച് സബോളയും അതുപോലെ തന്നെ കിഴങ്ങ്, ഇഞ്ചി,
ഒക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ആമിക്ക് നെല്ലിക്ക വേണമെന്ന് പറഞ്ഞിട്ട് അതും കുറച്ചും കൂടെ കുറച്ച് എടുത്തു കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആമിയും കൊണ്ട് പുറത്തേക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ അവൾ എന്തെങ്കിലുമൊക്കെ കൈക്കൂലിപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടായിരിക്കും നമ്മളുടെ കൂടെ വരാറ്. അങ്ങനെ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണമെന്നായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ പച്ചക്കറി വാങ്ങിച്ച എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നേരെ അവളെ അവിടെ കൊണ്ടുപോയിട്ട് ഐസ്ക്രീം വാങ്ങി. അതുപോലെ തന്നെ അവിടെ ഇതുപോലെ തന്നെ ഷവർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർത്തെങ്കിൽ 2 ഷവർമ്മയും കൂടെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഷവർമ്മയും അതുപോലെ തന്നെ ആമിക്കുള്ള ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ തന്നെ ടൈം ഇത്തിരി ലൈറ്റായി തുടങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ വേഗം തന്നെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് ഷോപ്പിംഗ് വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ.